ചിന്തകളാണ്. ആ ഓരോ ചിന്തയും ഓരോ ആശയവും നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രധാനപ്പെട്ടതാണെന്ന സന്ദേശമാണ് ഈ രാജ്യത്തിന് എന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. Because currently our country is under attack by the BJP and the RSS. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം BJPയും RSSും മൂലം ശക്തമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. They want to suppress all other voices other than their own. BJPയും RSSും ഈ രാജ്യത്ത് അവരുടേതല്ലാത്ത മറ്റെല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്താനാണ് എന്നും ആഗ്രഹിക്കുന്നത്. They believe that only one idea should rule India. അവരെ വിശ്വസിക്കുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരേ ഒരു ആശയം മാത്രമാണ് ഇന്ത്യയെ ഭരിക്കണമെന്നാണ് അവരെന്നും ആഗ്രഹിക്കുന്നത്. And we believe that the Indian people should rule India. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഭരിക്കണമെന്നാണ്. We do not believe that India should be run by one person, one idea. We believe that every single voice, every single person's voice must be heard in this country. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു വ്യക്തിയും ഒരാശയവുമാണ് ഈ രാജ്യത്തെ ഭരിക്കേണ്ടത്. മറിച്ച് ഈ ഭാരതത്തിലെ ഓരോ വ്യക്തിയുടെയും ചിന്തയും ഓരോ വ്യക്തിയുടെയും ശബ്ദവും ഓരോ വ്യക്തിയുടെയും ആശയവുമായിരിക്കണം ഈ രാജ്യത്തെ ഭരിക്കേണ്ടതെന്നും നയിക്കേണ്ടതെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. So the difference between the BJP, RSS and the Congress UDF is the following. അതുകൊണ്ട് BJP, RSSും കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നു. They say that if we do not agree with you, we do not believe in what you believe, we will crush you and destroy you. അവർ പറയുന്നത്, BJP, RSS പറയുന്നത്, ഞങ്ങളുടെ ചിന്താധാരയോട് ഞങ്ങളുടെ ആശയങ്ങളോട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തകർത്ത് കളയുമെന്നാണ്. As the Prime Minister said, Congress Mukt Bharat. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം, അതാണ് അവരുടെ ചിന്താഗതി. Meaning we will erase the idea of the Congress from India. അതായത് കോൺഗ്രസ് എന്ന ആശയത്തെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവരെ എതിർക്കുന്നവരെ മുഴുവൻ തുടച്ചു നിൽക്കുന്ന ഒരു ചിന്താധാര. And what the Congress says to Narendra Modi in return is we do not agree with you. പക്ഷേ കോൺഗ്രസ് അതിന് മറുപടിയായി നരേന്ദ്രമോദിയോട് പറയുന്നത്, ഞങ്ങൾ താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നില്ല. We will fight you to convince you that you are wrong. ഞങ്ങൾ നിങ്ങളോട് പോരാടും, നിങ്ങളെ എതിരിടും, എന്നിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തും നിങ്ങൾ തെറ്റാണെന്ന്. We will beat you in the election. ഞങ്ങൾ നിങ്ങളെ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തും. But we will not use violence against you. പക്ഷേ ഒരിക്കലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ അക്രമം, നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്കെതിരെ ഞങ്ങൾ അക്രമം ഉപയോഗിക്കുകയില്ല. Even though we don't agree with you, we respect the idea that you should have a voice. നിങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല, നിങ്ങളുടെ ആശയങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം പ്രകടിപ്പിക്കാൻ, നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. And we will use love and non-violence to convince you that you are wrong. നിങ്ങളോട് നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം വയലൻസിന്റേതല്ല, സ്നേഹത്തിന്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. And no matter how many times you attack us and abuse us, harm us, beat us, you will always get a non-violent, loving response from the Congress party. അത് മാത്രമല്ല, നിങ്ങൾ എത്ര പ്രാവശ്യം ഞങ്ങളെ ആക്രമിച്ചാലും അധിക്ഷേപിച്ചാലും ഉപദ്രവിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് ആ രീതിയിലുള്ള മറുപടി കിട്ടില്ല. കോൺഗ്രസ് പാർട്ടി നിങ്ങളോട് പ്രതികരിക്കുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ മാത്രമായിരിക്കും. Because for us the voice of this country, the intelligence of this country, the beauty of this country is much bigger than any one ideology. കാരണം ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ശബ്ദം, ഈ രാജ്യത്തിന്റെ ചിന്താഗതി, ഈ രാജ്യത്തിന്റെ സൗന്ദര്യം, ഇതാണ് ഏതൊരു ഒറ്റ ആശയത്തെക്കാളും ഏതൊരു പ്രത്യേക ആശയധാരയെക്കാളും ഞങ്ങൾക്ക് പ്രധാനം ഈ രാജ്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും ശബ്ദവുമാണ്. So we want every person in this country to feel that their voice matters, that their voice counts for something. ഞങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും, ഈ രാജ്യത്തെ ഓരോ വ്യക്തിക്കും തോന്നണം, ഞങ്ങളുടെ ശബ്ദം, ഞങ്ങളുടെ ചിന്ത ഈ രാജ്യത്ത് പ്രധാനപ്പെട്ടതാണെന്ന് ഓരോ വ്യക്തിയെയും തോന്നിപ്പിക്കണം എന്നതാണ് കോൺഗ്രസിന്റെ ആഗ്രഹം, ആശയം. And we want people to feel comfortable in this country, regardless of what religion they are, what community they come from, what language they speak. We want them to feel comfortable. We want them to be relaxed, and we want them to do their work, live their life how they please. ഈ രാജ്യത്തെ ഓരോ വ്യക്തിയും ഏത് ഭാഷ സംസാരിക്കുന്ന ആളായാലും, ഏത് മതത്തിൽപ്പെട്ട ആളായാലും, ഏത് സമൂഹത്തിൽപ്പെട്ട ആളായാലും, ഏത് സമുദായത്തിൽപ്പെട്ട ആളായാലും എല്ലാവരും സമാധാനത്തോടുകൂടി സുഖമായി തങ്ങൾ ചെയ്യുന്ന ജോലി സന്തോഷത്തോടുകൂടി ചെയ്തുകൊണ്ട് ഇത് എന്റെ രാജ്യമാണെന്ന തോന്നലോടുകൂടി ഇവിടെ ഓരോ വ്യക്തിയും ജീവിക്കണമെന്ന് കോൺഗ്രസ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.
ആഗ്രഹിക്കുന്നു. And I chose Kerala because you are a very, very good example of this philosophy. ഞാൻ എന്തുകൊണ്ട് കേരളം തെരഞ്ഞെടുത്തു എന്നത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ എല്ലാ ജനങ്ങളും സ്നേഹത്തോടും സഹവർത്തിത്തോടും കൂടി ജീവിക്കുന്നതിന്റെ സമാധാനമായി ജീവിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കേരളം. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്. Your history of tolerance, your history of understanding different cultures, your history of being connected to the rest of the world, not with a inferiority, but with an openness, not with fear, but with confidence. പ്രത്യേകിച്ചും എന്നെ ആകർഷിച്ച ഘടകം കേരളത്തിന്റെ ചരിത്രം, കേരളത്തിന്റെ സഹിഷ്ണുതയുടെ ചരിത്രം, മറ്റുള്ള സംസ്കാരങ്ങളെ മനസ്സിലാക്കുന്നതിന്റെ ചരിത്രം, ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളോട് അപകർഷതാ ബോധത്തോടെയല്ല മറിച്ച് ആത്മവിശ്വാസത്തോടുകൂടി കൈമാറ്റം നടത്തിയ ഒരു ചരിത്രം, അതും എമ്പാടുമുള്ള ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിന്റെ ആ ചരിത്രവും പാരമ്പര്യവുമാണ് കേരളത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എന്നെ ഏറ്റവും ആകർഷിച്ച ഘടകങ്ങൾ. So if you listen to the Prime Minister or you listen to the RSS ideologues, they will always talk about the outside world as superior to India. നിങ്ങളിപ്പോ RSSും BJPയും സംസാരിക്കുന്നത് കേട്ടാൽ അവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യക്ക് പുറത്തുള്ള ലോകം വിദേശ രാജ്യങ്ങളെ എപ്പോഴും ഇന്ത്യയിൽ നിന്ന് മുകളിൽ കാണുന്ന ഒരു ആശയധാരയാണ് അവരുടേത്. അതായത് നമ്മളെക്കാളും മികച്ചവരാണ് വിദേശ രാജ്യങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ എന്ന ചിന്താഗതിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. Some days ago Mr. Amit Shah said, only these two countries act in this manner and now India also acts like that. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJP പ്രസിഡന്റ് ശ്രീ അമിത് ഷാ രണ്ട് രാജ്യങ്ങളുടെ പേരെടുത്തു പറഞ്ഞു. രണ്ട് രാജ്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഇനിയും ഇന്ത്യയും ആ രാജ്യങ്ങളുടെ വഴിയെ പോകുമെന്ന്. But when Kerala looks at the outside world, Kerala says, you're not inferior or superior to us. You are different than us, we are different than you. We appreciate you and we would like you to appreciate us. പക്ഷേ അമിത് ഷാ പറയുന്നത് പോലെ അല്ല കേരളം പുറം ലോകത്തോട് പറയുന്നത്. കേരളം പുറം ലോകത്തോട് ഇടപെടുമ്പോൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളെക്കാൾ ഉയർന്നവരല്ല, ഞങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരുമല്ല, നമ്മൾ തമ്മിൽ തുല്യമായ ഒരു ബന്ധമാണ്. ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു, അതുപോലെ നിങ്ങൾ ഞങ്ങളെ ബഹുമാനിക്കുകയും വേണം. അങ്ങനെ തുല്യമായ ഒരു ബന്ധത്തിന്റെ ഉദാഹരണമാണ് കേരളം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. So Kerala has confidence inside it. അതായത് കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഉള്ളിൽ ആത്മവിശ്വാസമുണ്ട്. And from that confidence comes your success. ആ ആത്മവിശ്വാസത്തിൽ നിന്നാണ് കേരളത്തിന്റെ വിജയം. കേരളത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് കേരളത്തിന്റെയും മലയാളിയുടെയും വിജയം. Best education system, highest level of literacy, that is Kerala. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം, ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിലവാരം, അതാണ് കേരളം. And in a way, that is a very important lesson for the rest of India. Look at the outside world with confidence. പുറം ലോകത്തെ ആത്മവിശ്വാസത്തോടെ നോക്കിക്കാണുക, പുറം ലോകത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുക. ആ മലയാളിയുടെ സ്വഭാവം, കേരളത്തിന്റെ ആത്മവിശ്വാസം പുറം ലോകത്തിന്, മറ്റു രാജ്യങ്ങൾക്ക്, മറ്റു സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും വലിയൊരു പാഠവും മാതൃകയുമാണ്. Now there is an ideological fight taking place between the BJP on one side and the Congress party UDF on the other side. കേരളത്തിലും ലോകത്തും ഇന്ത്യയിലും ഇന്ന് ആശയപരമായ ഒരു ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ബിജെപി, മറ്റൊരു ഭാഗത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും. And over the last 5 years you have seen our Prime Minister promise a number of things. കഴിഞ്ഞ 5 വർഷങ്ങളായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പ്രധാനമന്ത്രി ധാരാളം കാര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2 crore jobs every year to youngsters. 2 കോടി തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് എല്ലാ വർഷവും. 15 lakh rupees in every bank account. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും 15 ലക്ഷം രൂപ. Correct prices to farmers. കർഷകർക്ക് ന്യായമായ ആവശ്യമുള്ള വില നൽകും. Now let me ask you, what support has the Prime Minister of India given to the cashew growers of this state? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മേഖലയിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി എന്ത് പിന്തുണയും സഹായവുമാണ് നൽകിയിട്ടുള്ളത്? Everybody knows that the cashew growers, people who work in the cashew industry are suffering, are struggling. എല്ലാവർക്കും അറിയാം, കശുവണ്ടി മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Has the Prime Minister tried to have a conversation with them?
എന്തെങ്കിലും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി അവരോട് ഒരു സംഭാഷണം നടത്തി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് Has അറിയാൻ he called them? ശ്രമിച്ചിട്ടുണ്ടോ? Has he called them and said, come to New Delhi, come to Racecourse Road, let me talk to you, let me see if the government of India can help you? അദ്ദേഹം എന്തെങ്കിലും ഈ കശുവണ്ടി തൊഴിലാളികളെ വിളിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ വരൂ, ഡൽഹിയിൽ റേസ് കോഴ്സ് റോഡിലേക്ക് വരൂ, എന്നോട് സംസാരിക്കൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ അറിയട്ടെ, എനിക്കത് പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് അറിയട്ടെ എന്ന് ഒരിക്കലെങ്കിലും അദ്ദേഹം ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികളോട് ചോദിച്ചിട്ടുണ്ടോ? I haven't seen that happen. ഞാൻ അത് സംഭവിക്കുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. How many people in this crowd have got 15 lakh rupees in their bank account? ഈ ജനക്കൂട്ടത്തിലിരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ? Is there anyone who can raise his hand and say, yes, Mr. Narendra Modi gave me 15 lakhs? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും കൈ ഉയർത്തി പറയാൻ പറ്റുമോ, ശരിയാണ്, എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ തന്നിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും കൈ ഉയർത്തി പറയാൻ സാധിക്കുമോ? We have the highest unemployment in 45 years. ഇന്ന് നമ്മുടെ രാജ്യത്ത് 45 വർഷങ്ങളിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. How many people in this crowd can say, yes, Narendra Modi has given me a job? ഈ ജനക്കൂട്ടത്തിലിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ സാധിക്കും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്കൊരു ജോലി നൽകിയിട്ടുണ്ടെന്ന്? So the promises he made to you, he has not fulfilled. അതായത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം പോലും അദ്ദേഹം ഇതുവരെ പാലിച്ചിട്ടില്ല. But Anil Ambani gets 30,000 crores in the Rafale deal. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളോട് നൽകിയ ഒരു വാഗ്ദാനം പോലും പാലിച്ചിട്ടില്ല. പക്ഷേ അനിൽ അംബാനിക്ക് റഫേൽ ഡീലിലൂടെ 30,000 കോടി രൂപ കൊടുക്കുക എന്ന വാഗ്ദാനം അദ്ദേഹം The Prime പാലിച്ചു. Minister speaks of nationalism, and then he gives the world's biggest defense contract to a man who has never built an aircraft. പ്രധാനമന്ത്രി വാതോരാതെ ദേശീയതയെ കുറിച്ച് സംസാരിക്കും. എന്നിട്ടോ അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു വിമാനം പോലും ഉണ്ടാക്കി പരിചയമില്ലാത്ത ഒരു മനുഷ്യന് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ഉടമ്പടി നൽകിയാണ് അദ്ദേഹം ചെയ്തത്. ആ വ്യക്തിയാണ് ദേശീയതയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത്. Brothers and sisters, 30,000 crore rupees is almost the equivalent of 1 year's Narega. നിങ്ങൾക്കറിയാമോ സഹോദരി സഹോദരന്മാരെ, 30,000 കോടി രൂപ എന്ന് പറയുമ്പോൾ ആ തുക എന്നത് ഒരു വർഷം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ചെലവാക്കാനാകുന്ന തുകയാണ് ഈ അനിൽ അംബാനിക്ക് കൊടുത്ത 30,000 കോടി രൂപ. Lakhs and lakhs of people get work from Narega. One man gets 30,000 crores. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക്, നമുക്കറിയാം ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കാമെന്ന സാഹചര്യം എനിക്ക് ആ 30,000 കോടി രൂപയാണ് ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് നരേന്ദ്രമോദി കൊടുത്തത്. Nirav Modi 35,000 crores. Mehul Choksi 35,000 crores. Vijay Mallya 10,000 crores. Lalit Modi. The list is there. 3,50,000 crores given to 15 of the richest people in this country. നീരവ് മോദി 35,000 കോടി രൂപ, വിജയ് മല്യ 10,000 കോടി രൂപ, ലളിത് മോദി, അങ്ങനെ ലിസ്റ്റ് പോവുകയാണ്. 3,50,000 കോടി രൂപയാണ് ഈ രാജ്യത്തെ അതിസമ്പന്നരായ 15 മനുഷ്യർക്ക് വേണ്ടി നരേന്ദ്രമോദി ചെലവഴിച്ചത്. And what would it take to transform the lives of the cashew industry, cashew workers? 300 crores. ഈ രാജ്യത്തെ കശുവണ്ടി തൊഴിലാളി ജനങ്ങളുടെ, കശുവണ്ടി തൊഴിലാളി മേഖലയിലെ ആളുകളുടെ, കർഷകരുടെ ജീവിതം മാറ്റിമറിക്കുന്നതിന്, പരിവർത്തനം ഉണ്ടാക്കുന്നതിന് എത്ര രൂപയാണ് വേണ്ടത്? 300 കോടി രൂപ. So Mr. Narendra Modi can give 30,000 crores to Anil Ambani, but cannot give 300 crores to the cashew industry. നരേന്ദ്രമോദിക്ക് 30,000 കോടി രൂപ അനിൽ അംബാനിക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഈ രാജ്യത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ കശുവണ്ടി തൊഴിലാളികൾക്ക് 300 കോടി രൂപ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല. So 5 months ago, I called the economists of the Congress party. അതുകൊണ്ട് 5 മാസത്തിന് മുമ്പ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിച്ചു. And I said, I want to give a message to the people of India. ഞാൻ അവരോട് പറഞ്ഞു, ഈ രാജ്യത്തെ ജനങ്ങളോട്, ഭാരതത്തിലെ ജനങ്ങൾക്ക് എനിക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകണം. No confusion, clear message. ഒരു ആശയക്കുഴപ്പവുമില്ല, പക്ഷേ വളരെ കൃത്യമായ വ്യക്തമായ ഒരു സന്ദേശം. And the message is that if Narendra Modi can give lakhs of crores of rupees to 15 of the richest people in India, the Congress party can do the same for the poorest people in India. ആ സന്ദേശം ഞാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാൻ ആവശ്യമായ വ്യക്തമായ സന്ദേശം എന്താണെന്ന് അറിയാമോ? നരേന്ദ്രമോദിക്ക് തന്റെ അതിസമ്പന്നരായ 15 സുഹൃത്തുക്കൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാജ്യത്തെ ദരിദ്രരായ ജനങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ സാധിക്കുമെന്ന കൃത്യമായ സന്ദേശമാണ് ഞാൻ നൽകാൻ ആഗ്രഹിച്ചത്. So I asked the think tank very simple question. കോൺഗ്രസ് പാർട്ടിയിലെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തോട് അവരോട് വളരെ ലളിതമായ ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. I
said Mr. Narendra Modi promised a number, 15 lakh rupees in every bank account. ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തത് ഒരു കൃത്യമായ ഒരു സംഖ്യയാണ് 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിൽ. It was a lie. അത് ഒരു നുണയായിരുന്നു. It is impossible to give 15 lakh rupees to every Indian person. എല്ലാ ഇന്ത്യക്കാർക്കും 15 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറയുന്നത് അത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ He knows it, I know it, the rest of the country knows it. അദ്ദേഹത്തിന് അതറിയാം, എനിക്കറിയാം, ഈ രാജ്യത്തിന് മുഴുവനും അറിയാം. എന്നിട്ടും അദ്ദേഹം വാഗ്ദാനം ചെയ്തു 15 ലക്ഷം രൂപ. Because if we give 15 lakh to everybody, the Indian economy will be destroyed. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം 15 ലക്ഷം രൂപ ഈ രാജ്യത്തെ ഓരോ വ്യക്തിക്കും കൊടുത്താൽ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ അപ്പാടെ തകർന്ന് തരിപ്പണമാവും. So I told them, I want you to give me a number. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ സാമ്പത്തിക വിദഗ്ധരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കൃത്യമായ ഒരു സംഖ്യ തരണം. It doesn't matter how big it is or how small it is, I want a number. I don't want a theory, I don't want a book, I want a number. അത് എത്ര വലിയ സംഖ്യ ആണെങ്കിലും ചെറിയ സംഖ്യ ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് വലിയ സിദ്ധാന്തങ്ങൾ കേൾക്കണ്ട, എനിക്ക് വലിയ പുസ്തകങ്ങളെ കുറിച്ച് പറയണ്ട എന്നോട്. പക്ഷേ എനിക്ക് വ്യക്തമായും കൃത്യമായും ഒരു സംഖ്യ വേണം. ഇതാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ സാമ്പത്തിക വിദഗ്ധരോട് പറഞ്ഞത്. And they asked me, what is the number you want? അവരെന്നോട് ചോദിച്ചു, താങ്കൾക്ക് വേണ്ട സംഖ്യ എന്താണ്? I said, the number I want is if we were to decide that the government of India would give the 20% poorest people of this country money every month, how much money can we give without destroying the economy? എനിക്ക് വേണ്ടത് ഇതായിരുന്നു, ഈ രാജ്യത്തെ 20% വരുന്ന ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാതെ ഗവൺമെന്റ്, ഭാരതത്തിലെ ഗവൺമെന്റിന് എത്ര രൂപ ഓരോ മാസവും കൃത്യമായി നൽകാൻ സാധിക്കും. ഈ ഒരു സംഖ്യയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. I want to carry out a surgical strike on poverty. എനിക്ക് ഈ രാജ്യത്തെ ദാരിദ്ര്യത്തിന് മേൽ ഒരു മിന്നലാക്രമണം നടത്തേണ്ടിയിരുന്നു. What is the number? എന്താണ് ആ സംഖ്യ? അത് നടത്താൻ എന്നെ സഹായിക്കുന്ന സംഖ്യ ഏതാണ്? How much money can we put into 5 crore bank accounts? 5 കോടി ബാങ്ക് അക്കൗണ്ടുകളിൽ എത്ര രൂപയാണ് നമുക്ക് കൃത്യമായി നൽകാൻ, നിക്ഷേപിക്കാൻ സാധിക്കുന്നത്? ഇതാണ് ഞാൻ പാർട്ടിയിലെ സാമ്പത്തിക വിദഗ്ധരോട് ആവശ്യപ്പെട്ടത്. And I told them that money I want to put in the women's bank accounts. അത് മാത്രമല്ല, ഞാൻ അവരോട് പറഞ്ഞു, And I know- ഈ തുക ഞാൻ നിക്ഷേപിക്കുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലാണ്. ഇതുകൂടിയാണ് ഞാൻ അവരോട് പ്രത്യേകം. I know the men will not like it. എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ പുരുഷന്മാർക്ക് ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. But women are better at managing money. പക്ഷെ ഞാൻ പറയുന്നു, പുരുഷന്മാരെക്കാളും സ്ത്രീകൾ പൈസ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടെ മിടുക്കരാണ്. They have a longer term, they think longer term than men. അവർ കുറച്ചുകൂടി പുരുഷന്മാരെക്കാളും ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്, പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ. So the economists went back and some days ago they came back with a number. അതുകൊണ്ട് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ ചിന്തിക്കുകയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ കൃത്യമായ ഒരു സംഖ്യയുമായി തിരിച്ചു വരികയും ചെയ്തു. 72,000 rupees a year. അവർ പറഞ്ഞ സംഖ്യ ഇതാണ്, ഒരു വർഷം 72,000 രൂപ. Frankly, when I saw this number, I was shocked. ഈ നമ്പർ കണ്ടപ്പോൾ, ഈ സംഖ്യ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. Because it's actually a very big number. കാരണം അത് ശരിക്കും പറഞ്ഞാൽ 72,000 രൂപ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ തുകയല്ല, അതൊരു വലിയ തുക തന്നെയാണ്. 72,000 rupees a year, 3,60,000 rupees in 5 years to 20% of Indian families. 72,000 രൂപ ഒരു വർഷം, 3,60,60,000 രൂപ 5 വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ 20% വരുന്ന ഏറ്റവും ദരിദ്രരായ ആളുകളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക എന്നതൊരു വലിയ തുക തന്നെയാണ്. Every month, money going directly into the bank account, bypassing all the corruption, bypassing all the government systems, straight into your bank account. എല്ലാ അഴിമതിയും എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് എല്ലാ മാസവും ഈ തുക നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. Then I said, what will happen if we give 20% of India 3,60,000 rupees in 5 years? Will we damage the economy? ഞാൻ അവരോട് അടുത്തൊരു ചോദ്യം ചോദിച്ചു. ഈ 5 വർഷം കൊണ്ട് 3,60,60,000 രൂപ ഓരോ ഈ രാജ്യത്തെ 20% ജനങ്ങൾക്ക് കൊടുത്താൽ അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും നഷ്ടമോ പ്രശ്നമോ ഉണ്ടാക്കുമോ? ഈ ചോദ്യം കൂടി ഞാൻ അവരോട് ചോദിച്ചു. And the answer was even more shocking. ആ ഉത്തരം കേട്ടപ്പോൾ ഞാൻ അതിലേറെ ഞെട്ടിപ്പോയി. The answer was the following: Mr. Narendra Modi demonetized the economy.
അവർ തന്ന ഉത്തരം ഇങ്ങനെയായിരുന്നു. നരേന്ദ്രമോദി നോട്ടു നിരോധനം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ നടപ്പിലാക്കി. He did Gabbar Singh tax which damaged the economy. അദ്ദേഹം കൊണ്ടുവന്ന ഗബ്ബർ സിംഗ് ടാക്സ്, നോട്ട് നിരോധനത്തിന് ശേഷം കൊണ്ടുവന്ന ഗബ്ബർ സിംഗ് ടാക്സ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർത്തി തരിപ്പണമാക്കിയ അവസ്ഥ. And he took a huge amount of money from outside from our people and removed it. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ധാരാളം പൈസ, ആ പൈസ മുഴുവൻ എടുത്തു മാറ്റി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ധാരാളം പൈസ എടുത്തു മാറ്റുകയാണ് ഈ രണ്ട് പ്രക്രിയകളിലൂടെയും ശ്രീ നരേന്ദ്രമോദി ചെയ്തത്. Fuel was removed from the engine of the Indian economy and the engine shut. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന യന്ത്രത്തിൽ നിന്നും ഇന്ധനം എടുത്തു മാറ്റിയ അവസ്ഥയാണ്. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ എന്ന യന്ത്രം പ്രവർത്തനരഹിതമായി. The surprising thing is that the best economists of the world told us that if you actually inject this money into the poorest people's hands, you will start the Indian economy. ശരിക്കും ഇതിൽ ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധർ ഞങ്ങളോട് പറഞ്ഞു, ഇപ്രകാരം ഇന്ധനം എടുത്തു മാറ്റിയ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് നിങ്ങൾ വീണ്ടും ഇന്ധനം നിക്ഷേപിച്ചാൽ, അതിൽ കൂടുതൽ പൈസ നൽകിയാൽ, ഇതിലൂടെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർന്നെടുത്ത സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പുതുജീവൻ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും, അതിനെ കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്ന് ലോകത്തെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ ഞങ്ങളോട് പറഞ്ഞു. Poor people will get money, they will start buying things. When they start buying things, the factories will start making things. When the factories start making things, people will get employment in the factories. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അവരുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ ആരംഭിക്കും. അവർ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ഫാക്ടറികൾ പ്രവർത്തിക്കാൻ ആരംഭിക്കും. നമ്മുടെ ഫാക്ടറികൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവിടെ തൊഴിൽ ലഭിക്കും. ഇങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വീണ്ടും പുതുജീവൻ കൈവരും. So we have taken the historic decision that after 2019 election, 20% of India's poor people, 5 crore families, 25 crore people, will be given 72,000 rupees a year straight in their bank account. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തത്. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ട 20% ജനങ്ങൾക്ക്, 5 കോടി കുടുംബങ്ങൾക്ക് ഓരോ വർഷവും 72,000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. Brothers and sisters, you have to realize and you have to understand that there is no shortage of money in this country. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ രാജ്യത്ത് പൈസയ്ക്ക് യാതൊരു കുറവുമില്ല. Mr. Narendra Modi says, where will the money come from? നരേന്ദ്രമോദി ചോദിക്കുകയാണ്, ഈ പദ്ധതിക്ക് വേണ്ട പൈസ എവിടെ നിന്നാണ് വരുന്നതെന്ന്. He says the money will have to come from the middle class. അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തെ മധ്യവർഗത്തിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തെങ്കിൽ മാത്രമേ ഈ 72,000 രൂപ ജനങ്ങൾക്ക് നൽകുക എന്ന പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. And I want to make it crystal clear from this stage that not a rupee will come from the middle class. ഞാൻ നിങ്ങളോട് ഒരു സ്ഫടികം പോലെ വ്യക്തമാക്കി ഈ സ്റ്റേജിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പദ്ധതിക്ക് വേണ്ട ഒരു രൂപ പോലും ഈ രാജ്യത്തെ മധ്യവർഗത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ എടുക്കില്ല. Income taxes will not be raised. ഒരിക്കലും ഇൻകം ടാക്സ്, വരുമാന നികുതി ഒരിക്കലും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയില്ല. The money will come from people like Mr. Anil Ambani. ഈ പൈസ വരുന്നത് അനിൽ അംബാനിയെ പോലെയുള്ള മനുഷ്യരിൽ നിന്നാണ് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഈ തുക വരുന്നത്. Not legitimate businessmen. ന്യായമായി പ്രവർത്തിക്കുന്ന വ്യവസായികളല്ല ഇവർ. Not law-abiding businessmen. നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ന്യായമായി പ്രവർത്തിക്കുന്ന ബിസിനസ് വ്യക്തികളിൽ നിന്ന്, വ്യവസായികളിൽ നിന്നല്ല ഞങ്ങൾ പണം എടുക്കുന്നത്. But from the large number of crony capitalists. പക്ഷേ ഈ രാജ്യത്തുള്ള ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായ നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളായ ധാരാളം ചങ്ങാത്ത മുതലാളിമാരിൽ നിന്നാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ട പൈസ എടുക്കാൻ പോകുന്നത്. Who are given thousands and thousands and thousands of crores of rupees just because they happen to be a friend of the Prime Minister. ഈ രാജ്യത്തെ നമ്മൾ ഈ പൈസ എടുക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ കുറെ ചങ്ങാത്ത മുതലാളികളിൽ നിന്നുമാണ്. കാരണം അവർക്ക് കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തിൽ നിന്ന് ലഭിക്കുന്നു. ഒറ്റ കാരണം കൊണ്ട്, അവർ നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളാണെന്ന ഒറ്റ കാരണം കൊണ്ട് കോടിക്കണക്കിന് രൂപ ലഭിച്ച വ്യവസായികളിൽ നിന്നാണ് ഈ പദ്ധതിക്ക് വേണ്ട പൈസ ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. Mr. Narendra Modi has handed the keys of the banking system to these people. നമ്മുടെ ബാങ്കിംഗ് വ്യവസ്ഥയുടെ താക്കോൽ ഈ വ്യക്തികൾക്ക് നരേന്ദ്രമോദി കൈമാറിയിരിക്കുകയാണ്. We will take the keys of the banking system out of Mr. Anil Ambani's hands and give it to the youngsters of Kerala. നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയുടെ താക്കോൽ അനിൽ അംബാനിയുടെ കയ്യിൽ നിന്ന് എടുത്ത് ഞങ്ങൾ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് കൊടുക്കും. The Nyay Yojana
is going to jumpstart the economy. നമ്മുടെ തകർന്നു പോയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ജീവൻ കൊടുക്കുന്ന, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉന്തിത്തള്ളി മുൻപോട്ട് കൊണ്ടുപോകുന്ന ശക്തമായ ഒരു പദ്ധതിയാണ് ന്യായ് യോജന അഥവാ സാർവത്രിക അടിസ്ഥാന വേതനം, അടിസ്ഥാന വരുമാനം എല്ലാവർക്കും ഉറപ്പാക്കുന്ന പദ്ധതി. But we want to enable the youngsters of Kerala to help with employment in this country. അതുപോലെ ഈ രാജ്യത്തെ, കേരളത്തിലെ യുവജനങ്ങളെ ഈ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങളെ അതിന് പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So we asked many youngsters what we could do for them. അതുകൊണ്ട് ഈ രാജ്യത്തെ വളരെയധികം ചെറുപ്പക്കാരോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതെന്ന്. We went to people who want to open small businesses. We went to entrepreneurs and said, what can we do? ചെറിയ ചെറിയ ബിസിനസ് വ്യവസായങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോട്, അതുപോലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? We want you to help us create jobs. What do we have to do for you? ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾ അതിന് ഞങ്ങളെ സഹായിക്കണം, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും? And they said something very simple. അവർ വളരെ ലളിതമായ കാര്യങ്ങളാണ് ഞങ്ങളോട് മറുപടിയായി പറഞ്ഞത്. They said whenever we go to open a business, regardless of what business it is, we have to take permissions from 10 or 15 government departments. അവർ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വ്യവസായം തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ധാരാളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പോയി ധാരാളം അനുമതികൾ എടുക്കേണ്ടി വരും. നിരന്തരം 10-15 അനുവാദങ്ങൾ, അനുമതി കൂടി മാത്രമേ ഞങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നുള്ളൂ. Every department asks us for money. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞങ്ങളോട് പൈസയാണ് ചോദിക്കുന്നത്. By the time we have done the chakkar of all the departments, we have no money left to start a business. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ബിസിനസ് തുടങ്ങാൻ വേണ്ടി കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ബിസിനസ് തുടങ്ങാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. So we said, okay, we'll solve the problem. അപ്പോൾ ഞങ്ങൾ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു, ഈ പ്രശ്നം ഞങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ചു തരാം. And we put a little line in our manifesto that says, no youngster in Kerala or any other state who wants to open a business will have to take permission from any government department for 3 years. ഈ യുവജനങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു വരി എഴുതി ചേർത്തു. കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ എല്ലായിടത്തെയും ഒരു വ്യക്തിക്ക് പോലും 3 വർഷത്തേക്ക് ഒരു ബിസിനസ് തുടങ്ങി 3 വർഷത്തേക്ക് ഒരു ഗവൺമെന്റ് വകുപ്പിൽ നിന്നും പെർമിഷൻ എടുക്കേണ്ട, അനുവാദം എടുക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. You first start the business, you give some people employment. Once your business is stable, come to the government departments for permission. നിങ്ങൾ ആദ്യം ധൈര്യമായിട്ട് നിങ്ങളുടെ ബിസിനസ് തുടങ്ങുക. 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ബിസിനസ് വിജയിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഗവൺമെന്റ് വകുപ്പിൽ പോയി അവിടെ അനുമതി എടുക്കുക. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ യുവജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്. We did the same with the farmers of the country. We said, what do you want? How can we help you in your work? ഇതേ കാര്യമാണ് ഈ രാജ്യത്തെ കർഷകരോട് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ അവരോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്ത് സഹായമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? And they told us 2 things, both of which we agreed to. അവർ ഞങ്ങളോട് പറഞ്ഞ 2 കാര്യങ്ങൾ, ഞങ്ങൾ സമ്മതിച്ച 2 കാര്യങ്ങളുണ്ട്. The first was, every year a budget is proposed. ഒന്നാമത്തെ കാര്യം, എല്ലാ വർഷവും നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ബജറ്റ് തയ്യാറാക്കുന്നുണ്ട്. This year Mr. Piyush Goyal read out the budget. ഈ പ്രാവശ്യം പീയൂഷ് ഗോയലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. And the farmers of the country said, please do us a favor. We want to understand what is going to happen in the coming year. Please give us a dedicated budget only for farmers. ഈ രാജ്യത്തെ കർഷകർ ഞങ്ങളോട് പറഞ്ഞത് എന്താണ്, വർഷത്തിന്റെ ആദ്യം തന്നെ ഈ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ബജറ്റ് തരിക എന്നൊരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. ഇതാണ് ഈ രാജ്യത്തെ കർഷകർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. So I'm happy to say that in 2019 farmers of this country will have their own budget. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, 2019 മുതൽ ഈ രാജ്യത്തെ കർഷകർക്ക് മാത്രമായി ഒരു ബജറ്റ് ഭാരതത്തിൽ ഉണ്ടാവും. We will make it very clear, and this includes cashew farmers. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമായി പറയുന്നു, കർഷകർക്ക് വേണ്ടി ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കശുവണ്ടി തൊഴിലാളികളും ഉൾപ്പെടും. We'll make it very clear what is going to be done for you in the next year. How much the MSP is going to be raised, whether your loans are going to be forgiven, what compensation you will get. We will lay out everything for you right in the beginning of the year. വർഷത്തിന്റെ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നതെന്ന് നിങ്ങളോട് കൃത്യമായി പറഞ്ഞിരിക്കും. എത്രയാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന താങ്ങുവില, നിങ്ങളുടെ കടങ്ങൾ എത്രയാണ് എഴുതി തള്ളാൻ പോകുന്നത്, അതുപോലെ നിങ്ങൾക്ക് എത്ര നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നു, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി വർഷത്തിന്റെ ആദ്യം തന്നെ കാർഷിക ബജറ്റിലൂടെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കും. And for the cashew farmers, I want to make something very clear. ഇവിടുത്തെ കശുവണ്ടി കർഷകരോട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I understand that the government in Kerala
had made some commitments. I would recommend to them to fulfill those commitments. എനിക്കറിയാം കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ തീർച്ചയായും നിങ്ങളോട് ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടും. But as the Congress party, I also want to make a commitment. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ എനിക്ക് സ്വന്തമായി നിങ്ങളോട് ചില വാഗ്ദാനങ്ങൾ നൽകാനുണ്ട്. And the commitment to the cashew farmers is this, that if we come to power in 2019 in Delhi, we will start a conversation with you. We will listen to you in detail, and we will do whatever it is that we can do to help the cashew farmers and the government of Kerala make cashew growing a viable alternative. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, 2019 ഡൽഹിയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ ഈ മേഖലയിലെ കർഷക പ്രവർത്തകരോട് ഞങ്ങളൊരു കശുവണ്ടി തൊഴിലാളികളോട് ഞങ്ങളൊരു സംഭാഷണം ആരംഭിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളാൽ കഴിയും വിധ എല്ലാ സഹായവും ചെയ്യുമെന്ന്, സംസ്ഥാന ഗവൺമെന്റിനോട് കൂടി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പ് നൽകുന്നു. We will systematically meet cashew workers, understand exactly what it is they need, and try and be of help at the national level. കൃത്യമായി ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികളെ കാണും. കശുവണ്ടി കൃഷി എന്ന് പറയുന്നത് ലാഭകരമായ ഒരു തൊഴിലാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൃത്യമായ ഒരു സംവിധാനവും സംഭാഷണവും നിങ്ങളോട് ഉണ്ടാവും. My main message to you today is that we are interested in your voice. നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളെ കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. We are interested in removing the fear from your hearts. നിങ്ങളുടെ മനസ്സുകളിൽ നിന്നും ഭയം ഇല്ലായ്മ ചെയ്യുന്നതിൽ, ഭയം നീക്കം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. And we are open to a conversation to try and understand how that can be done. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന്, നിങ്ങളുടെ ഭയം നീക്കം ചെയ്യുന്ന പ്രക്രിയ എങ്ങനെ കൊണ്ടുപോകാം എന്നതിനും കൂടി നിങ്ങളോട് ഒരു സംഭാഷണത്തിന് ഞങ്ങൾ എപ്പോഴും തുറന്ന മനസ്സുള്ളവരാണ്, സന്നദ്ധരുമാണ്. We are not here to force ideology on you. ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഒരു ആശയ സംഹിത അടിച്ചേൽപ്പിക്കാനല്ല, നിങ്ങളുടെ മുന്നിൽ ഒരു ആശയ സംഹിത ബലാത്കാരമായി നിങ്ങളുടെ ഉള്ളിൽ നടപ്പാക്കാനല്ല ഞങ്ങൾ ഇവിടെ ഉള്ളത്. You are our ideology. നിങ്ങളാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. Your voice is our ideology. നിങ്ങളുടെ ശബ്ദമാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. Because we understand that without your voice, this country is meaningless. കാരണം ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ ശബ്ദമില്ലാതെ ഈ രാജ്യത്തിന് ഒരു അർത്ഥവുമില്ല. And that is why we are fighting for fairness. That is why we are fighting for nyaya. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്ത് ന്യായത്തിന് വേണ്ടി പോരാടുന്നത്, നീതിക്ക് വേണ്ടി പോരാടുന്നത്. അതുകൊണ്ടാണ്, കാരണം ഈ രാജ്യത്തെ നിങ്ങളുടെ ശബ്ദമില്ലാതെ ഈ രാജ്യത്തിന് അർത്ഥമില്ല. I'm fighting an election from Kerala, and I want to tell you, it is an honor for me to be fighting to represent the people of this state. ഞാൻ കേരളത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു. And with humility, because of how intelligent, how profound your voice is. അത് എനിക്ക് ആദരവാണ്. ഈ ആദരവായി ഞാൻ അതിനെ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് ആദരവായി കണക്കാക്കുന്നത് വിനയത്തോടു കൂടിയാണ്. കാരണം എത്ര ബുദ്ധിയുള്ളതും എത്ര ആഴമേറിയതുമാണ് നിങ്ങളുടെ ശബ്ദം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. And I want to thank every single Keralite, regardless of whether he is in the Congress, CPM or any other party. I want to thank every single Keralite for giving me the honor, allowing me the honor to represent your voice. Thank you. അത് മാത്രമല്ല, കേരളത്തിലെ ഓരോ വ്യക്തിയെയും, ഏത് പാർട്ടി, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, CPM ആണോ കോൺഗ്രസ് ആണോ എന്നൊന്നും നോക്കാതെ, ഓരോ മലയാളിയെയും കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ എനിക്ക് നൽകിയ ഈ ആദരവിനെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് നന്ദി പറയുന്നു. Jai Hind. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.